നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് LDF ജില്ലാ റാലി മെയ് 9 കണ്ണൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 9 വൈകുന്നേരം 4 മണിക്ക് കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കാലത്തിന്റെ സാധ്യതകൾ അറിഞ്ഞ് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ LDF കഴിഞ്ഞുവെന്നും N. ചന്ദ്രൻ പറഞ്ഞു. മെയ് 9 വൈകുന്നേരം 4 മണിക്ക് കളക്ടറേറ്റ് മൈതാനിയിലാണ് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി സഖാവ് പിണറായി റാലി ഉദ്ഘാടനം ചെയ്യും. മുന്നണിയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ റാലിയിൽ പ്രസംഗിക്കാൻ എത്തിച്ചേരുന്നുണ്ട്. 50,000 ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് റാലി നടത്താൻ ആലോചിച്ചിട്ടുള്ളത്. രാവിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളുണ്ട്. അത് ഇന്നലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം ചരിത്രത്തിലില്ലാത്ത നിലയിൽ വികസനത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നേരത്തെ നമുക്കറിയാം, വികസന രംഗത്ത് കണ്ണൂരിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ആവശ്യകതയ്ക്കനുസരിച്ച് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കാനും വേണ്ടത്ര ഒരു പരിശ്രമം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ സാധ്യതകളെല്ലാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞിരുന്നില്ല. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനിക്കാനേറെയാണ്. പാശ്ചാത്തല സൗകര്യ വികസനത്തിനപ്പുറത്തേക്ക് കണ്ണൂരിന്റെ സാധ്യതകളെ അടയാളപ്പെടുത്തിയ കാലമാണിത്. പുതിയ കാലത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ള പദ്ധതികൾക്കൊപ്പം ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളും പരിഗണിച്ചുള്ള മാസ്റ്റർ പ്ലാൻ ഒരുക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നതാണ് ജില്ലയിൽ പൂർത്തിയായതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ പദ്ധതികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ആശുപത്രികളായാലും റോഡുകളായാലും ജനങ്ങൾ നേരിട്ടിടപെടുന്ന മേഖലകളെല്ലാം വികസന പാതയിലാണ്. താലൂക്ക് ആശുപത്രികൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ സൗകര്യങ്ങൾ സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കാവുന്ന നിലയിലേക്ക് മാറുന്നു. ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ, തലശ്ശേരി ജനറൽ ആശുപത്രി, മാങ്ങാട്ടുപറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രി, പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ 9 വർഷത്തിനിടെയുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. അഴീക്കൽ പോർട്ട് വികസനത്തിനും അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കണ്ണൂരിന്റെ കയറ്റുമതി സ്വപ്നങ്ങൾക്കാണ് ചിറക് വെക്കുന്നത്. ടൂറിസം മേഖലയിൽ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് മുഴപ്പിലങ്ങാട് നടപ്പാക്കുന്നത്. ആദ്യഘട്ടം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലുള്ള സന്ദർഭത്തിൽ മാത്രമാണ് ജില്ലയിൽ നല്ല പരിഗണന കിട്ടിയത്. മെയ് 9 വൈകുന്നേരം 4 മണിക്ക് കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുന്നണി നേതാക്കളായ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജോയ്സ് പുത്തമ്പുര, PP ദിവാകരൻ, KP മോഹനൻ MLA, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കാസിം ഇരിക്കൂർ, അഡ്വക്കേറ്റ് AJ ജോസഫ്, KC ജേക്കബ് മാസ്റ്റർ, SMK മുഹമ്മദ് അലി, C. വത്സൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിക്കും. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.